എന്നാലും ഈ ലുട്ടാപ്പി ഇതെവിടെ പോയി? രാജു, മായാവി വീണ്ടും കുട്ടൂസന്റെ കയ്യിൽ പെട്ടല്ലോ. എന്താ ചെയ്യുക? പക്ഷെ മന്ത്രവടി കയ്യിലുണ്ടായിട്ടും മായാവി എന്തിനാ കുട്ടൂസിനെ അനുസരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അയ്യോ അയ്യോ ഇതെവിടെന്നാ? വാ നോക്കാം. അവിടെ അല്ല, ഇവിടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്. അയ്യോ അയ്യോ രാജു, ഇത് ലുട്ടാപ്പിയാ. നമ്മൾ പിടിക്കും, ഓടിക്കും. അയ്യോ എന്നോട് പോലെ, ഞാൻ നിങ്ങളൊന്നും ചെയ്യത്തില്ല. എന്നെ ഒന്ന് രക്ഷിക്കുവോ? ഞാൻ നിങ്ങളൊന്നും ചെയ്യത്തില്ല. ഒന്ന് രക്ഷിക്കൂ. വേണ്ട രാജു, അവൻ നമ്മളെ കൊടുക്കാൻ നോക്കുക. എന്നെ ഒന്ന് വിശ്വസിക്ക്. എനിക്കും അനങ്ങാൻ പോലും പറ്റുന്നില്ല, പിന്നെ അല്ലേ കൊടുക്കാൻ. എന്നെ രക്ഷിച്ച മായാവിയെ എങ്ങനെ അവര് പിടികൂടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. രക്ഷിക്കോ? ശരി, നിന്നെ ഞങ്ങൾ രക്ഷിക്കാം. പക്ഷെ ആദ്യം എങ്ങനെയാണ് നിങ്ങൾ മായാവിയെ പിടിച്ചതെന്ന് പറയണം. എന്നാലേ ഞങ്ങൾ രക്ഷിക്കൂ. പറയാം. അത് മായാവിയില്ലേ, മായാവി അവിടെ ചുള്ളിയിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് ഡാഗിനിയമ്മ അവരുടെ മൂങ്ങി വെച്ച് മാന്ത്രിക വടി മാറ്റി വെച്ചായിരുന്നു. മായാവിയുടെ കയ്യിൽ ശക്തിയില്ലാത്ത മന്ത്രവടി ഉണ്ടായോണ്ട അപ്പൂപ്പന് മായാവി എളുപ്പത്തിൽ പിടിക്കാൻ പറ്റി. നോക്കിക്കൊണ്ട് അതെ അതെ, എന്നെ രക്ഷിച്ചാ നിങ്ങൾക്ക് മായാവിയെ രക്ഷിക്കാം, ഇല്ലെങ്കിൽ മായാവി പിടിച്ചത് തന്നെയാണെങ്കിലല്ലേ രക്ഷിക്കേണ്ട കാര്യമുള്ളൂ. ചതിക്ക് ചിതവെച്ച മായാവിയുടെ കഥകൾ ഇനി കനവ് കഥയിലൂടെ നിങ്ങൾക്കും ആസ്വദിക്കാം. 3-ാം ഭാഗത്തിനായി ഫോളോ ചെയ്യാം കനവ് കഥ.